ഒറ്റ ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും ആ ചോദ്യങ്ങൾ ഓൾറെഡി സോഷ്യൽ മീഡിയ മുഴുവൻ പരന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്. കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്. ശബ്ദം കേട്ടില്ലേ? ശബ്ദം കേട്ടു. ചന്ദ്രപിള്ളക്ക് അറിയാം. എന്താ ചന്ദ്രപിള്ള പറ. അല്ല ഞാൻ പറയുന്നത് ചോദിക്കുമ്പോ പറയൂലല്ലേ? പറയാം. ഇനിയിപ്പോ അഥവാ അദ്ദേഹം അതിനകത്തുണ്ടെന്ന് വിചാരിക്കാം, നമ്മൾ ആ സസ്പെൻസ് കളയണം. അതുകൊണ്ടാണ് ഞാൻ പറയാം. ഇതിന്റെ ഏറ്റവും വലിയൊരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ഇതിനു വേണ്ടി ഒരു സെർച്ച് നടത്തുമല്ലോ. പ്രത്യേകിച്ചും ആൾക്കാരാണോ കണ്ടുപിടിക്കാതെ? എന്താ കണ്ടുപിടിക്കാത്ത? ഞാനൊരു വലിയ സംഭവം അല്ലേ. അപ്പോ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരിടത്ത് വന്നതിന്റെ, അതായത് ലൊക്കേഷനിൽ വന്നതിന്റെ സ്റ്റിൽസ് വെളിയിൽ വന്നിട്ടുണ്ട്. വിക്കിപീഡിയയിൽ ഓസ്ലർ എവരിബഡി നോസ് എവരിതിങ്. എല്ലാവർക്കും അറിയാം. ഈ കാലത്തൊന്നും ജനങ്ങളെ ഒന്നും പറ്റിക്കാനൊന്നും പറ്റില്ല. നമ്മളെന്താന്ന് വെച്ചാല് ആ ഒരു എന്തും ഒന്ന് ഹൈഡ് ചെയ്ത് കാണിക്കുമ്പോൾ ഇനി നീ ഒരു അക്ഷരം പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം തീരും. ആ സിനിമയിൽ അത് അവര് ആദ്യം തൊട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, അത് എവിടെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതെ, അത് നമ്മൾ കളയരുതില്ല. വോയിസ് അവിടെ കിടക്കുന്നുണ്ട്, ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നു. അത് ബാക്കിയൊക്കെ സിനിമ കണ്ട് അറിയേണ്ട കാര്യമാണ്. വെട്ടിക്കുന്നൊരു ടൈം ആയിരിക്കും അത്, ഞാൻ പറയാം. തിയേറ്ററിൽ ഇങ്ങനെ പെട്ടെന്ന് വെട്ടിക്കുന്ന ഒരു സമയം. തല പോയാലും ഒന്നും പറയൂലെന്ന് പറയുമ്പോ ശ്രദ്ധിച്ച് കേൾക്കണം. തല പോയാൽ ഒന്നും പറയൂലെന്നാണ് പറഞ്ഞത്. തല പോയാൽ ചത്തുപോകൂലേ? പിന്നെ എങ്ങനെ പറയാൻ പറ്റും? വലിയ ഗൗരവൊന്നും കാണിക്കണ്ട, ഞാൻ ഇല്ലെങ്കിൽ കാണായിരുന്നു.